രണ്ടാം ഊഴം ഭാഗം 6. ഞങ്ങൾ ജ്യേഷ്ഠൻ്റെ പിറകെ പുറത്തേക്ക് നടന്നു. വാതിൽക്കൽ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വിതുരർ അമ്മയുടെ സമീപത്ത് പീഠത്തിലിരിക്കുന്നു. അമ്മ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നി. അപ്പോഴും പ്രമാണകോടിയിലെ വധോദ്യമം അമ്മയെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരിക്കുന്നു. ദുര്യോധനൻ പറഞ്ഞ അപവാദങ്ങൾ അമ്മ കേൾക്കുകയാണെങ്കിലോ? ശുകാചാര്യനെ വന്ദിക്കാൻ ചെന്നപ്പോൾ ഞാൻ സത്യം മുഴുവൻ പറഞ്ഞില്ല. പുഴയിൽ വീണുപോയി, കരയ്ക്കടുത്തപ്പോൾ കാട്ടിൽ വഴിതെറ്റുകയും ചെയ്തു. അദ്ദേഹം കൂടുതൽ ചോദിച്ചില്ല. മടങ്ങി വരുമ്പോൾ അങ്കണത്തിൽ വെച്ച് കൗരവന്മാരെ കണ്ടു. വഴിതെറ്റിപ്പോയ ഒരാൾ വീണ്ടും കൂടെയെത്തിയ ആഹ്ലാദത്തോടെ അവർ എൻ്റെ ചുറ്റും നിന്നു. കഴിഞ്ഞ ദിവസങ്ങളെപ്പറ്റി എന്തെല്ലാം കഥകളാണ് പറയേണ്ടത് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. വേണ്ടി വന്നില്ല. എൻ്റെ തിരിച്ചുവരവിനേക്കാൾ വലിയ സംഭവം സംഭാഷണത്തിന് വിഷയമായി. മഹാപുരുഷൻ എന്ന് പേരുകേട്ട ഒരു ബ്രാഹ്മണൻ, ധനുർവേദാചാര്യൻ, ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. കൃപാചാര്യരുടെ സഹോദരിയുടെ ഭർത്താവ്. ആചാര്യനെ കാണാൻ വരുമ്പോൾ കൊട്ടാരത്തിന് പുറത്ത് കളിക്കുന്ന കുട്ടികളെ രസിപ്പിക്കാൻ അദ്ദേഹം അസ്ത്രവിദ്യയിലെ അത്ഭുതങ്ങൾ കാട്ടിക്കൊടുത്തു. വിവരമറിഞ്ഞു വന്ന ഭീഷ്മപിതാമഹൻ ബ്രാഹ്മണനെ നമസ്കരിക്കുന്നതാണ് പിന്നെ കുട്ടികൾ കണ്ടത്. കുരുപാണ്ഡവരുടെ ഭാഗ്യം എന്ന് പറഞ്ഞ് അദ്ദേഹം ബ്രാഹ്മണനെ ഞങ്ങളുടെ ഗുരുനാഥനായി നിശ്ചയിച്ചുവത്രേ. ദ്രോണാചാര്യൻ. പിന്നെ ദ്രോണരുടെ കഥകളായി. ആനപ്പന്തികളിലും അശ്വപാലകർക്കിടയിലും പരശുരാമനിൽ നിന്ന് നേടിയ ദിവ്യാസ്ത്രങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്നും ചിലർ പറഞ്ഞു. വൃദ്ധനായ ഹസ്തിപതൻ മാത്രം ഉദാസീന ഭാവത്തിൽ കേട്ടിരുന്നു. അവസാനം പറഞ്ഞു, ജപഹോമങ്ങൾ നടത്തി വേദം പഠിപ്പിച്ചിരിക്കേണ്ട ബ്രാഹ്മണൻ ശാസ്ത്രം നേടിയാൽ തീർന്നു. പരശുരാമൻ ദ്രോണരുമായി കണ്ടുമുട്ടിയ കഥ പറഞ്ഞ സൂതന് രസിച്ചില്ല. എന്താണ് ശാസ്ത്രവിദ്യ? ബ്രാഹ്മണർ പഠിച്ചാലെന്താ? ഒന്നുമില്ല. അവരെയാണ് ഭയപ്പെടേണ്ടത്. ക്രൂരത. പിന്നെ ക്ഷത്രിയന്മാർ അവരിൽ നിന്നും കടം കൊള്ളേണ്ടി വരുമെന്ന് മാത്രം. വൃദ്ധൻ കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ എഴുന്നേറ്റ് ധൃതരാഷ്ട്രന് ഈന്തൽപ്പെട്ട കൊടുക്കാൻ വലിയ പന്തിയിലേക്ക് കയറി. നാഗൻ പറഞ്ഞത് ശരിയാണെങ്കിൽ, ദ്രോണന് ശത്രുക്കളുണ്ടെങ്കിൽ അവരാദ്യം ചെയ്തിരിക്കുക പരശുരാമനിൽ നിന്ന് അതിലും വലിയ അസ്ത്രങ്ങൾ നേടുകയായിരിക്കും. ആഴങ്ങളിലേക്ക് നെഞ്ചുപൊട്ടി പിളരുന്ന വേദനയോടെ താണു പോകുന്ന ദുസ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോ രാത്രിയും ഉറങ്ങിയത്. ഞെട്ടിയുണരുമ്പോഴൊക്കെ മനസ്സിൽ പറഞ്ഞു, ഇല്ല, ആരും ദയ അറിയിക്കുന്നില്ല. അഭ്യാസക്കാഴ്ചയുടെ ദിവസം നിശ്ചയിച്ച മുതൽക്ക് ചെറുപ്പക്കാർ കൂടുന്നിടത്തെല്ലാം അരങ്ങേറ്റത്തെപ്പറ്റിയായിരുന്നു സംസാരം. കളം നിശ്ചയിച്ച് സ്ഥലബലി നടത്തി. കാഴ്ചപ്പുരകൾ ഉയർന്നു. നാളും പക്കവും നിശ്ചയിച്ച വിവരം അർജുനനാണ് എന്നോടാദ്യം വന്നു പറഞ്ഞത്. തൻ്റെ അരങ്ങേറ്റത്തിന് വേണ്ടിയാണ് ഈ ആഘോഷമൊക്കെയെന്ന് തോന്നും അനുജൻ്റെ ആവേശം കണ്ടാൽ. മുതിർന്നപ്പോൾ അവൻ്റെ കറുപ്പ് നിറത്തിൽ നീലച്ചായ കലർന്നു. കൂടുതൽ ഉയരം വച്ചിരിക്കുന്നു. കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ആരും അവനെ വീണ്ടും നോക്കിപ്പോകും. നകുലനും സഹദേവനുമാണ് കാഴ്ചയ്ക്ക് സുന്ദരന്മാർ. തൻ്റെ സൗന്ദര്യത്തെപ്പറ്റി നകുലന് ആവശ്യത്തിലേറെ അഭിമാനമുണ്ട്. തെളിവെള്ളവും ലോഹക്കണ്ണാടിയും അടുത്ത് കിട്ടിയാൽ സ്വന്തം മുഖം നോക്കി രസിക്കുന്നത് അവനൊരു പ്രിയപ്പെട്ട വിനോദമാണ്. അർജുനൻ്റെ മുഖത്ത് പൗരുഷത്തിൻ്റെ നനുത്ത രോമങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ തൻ്റെ വേഷത്തെയും ആഭരണങ്ങളെപ്പറ്റിയും അർജുനൻ ശ്രദ്ധിക്കാറില്ല. ദ്രോണാചാര്യർ വന്നതറിഞ്ഞ് അയൽനാടുകളിൽ നിന്ന് രാജകുമാരന്മാർ ഹസ്തിനപുരത്ത് താമസിച്ചു പഠിക്കാനെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളിൽ ഒന്നാമൻ അർജുനനാണെന്ന് പരക്കെ ആളുകൾ പുകഴ്ത്തി. വലിയ ആയുധപുരയുടെ അങ്കണത്തിൽ അർജുനൻ അമ്പും വില്ലുമായി ഇറങ്ങുമ്പോൾ ജോലി നിർത്തിവെച്ച് പരിചാരകന്മാർ കൂടി ആരാധനയോടെ നോക്കി നിന്നു. ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാർക്ക് പുറമെ നഗരവാസികൾ കൂടി കാഴ്ച കാണാനെത്തും. ആഡംബരങ്ങൾ കൂട്ടി ആനപ്പുറത്ത് നിന്ന് അറിയിപ്പുകൾ വിളിച്ചു പറഞ്ഞ് ദൂതന്മാർ നഗരത്തിൽ നടന്നു. ആയുധങ്ങൾ മിനുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അലസനായിരിക്കുന്ന എന്നെ കണ്ടപ്പോൾ അർജുനന് അത്ഭുതം തോന്നി. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ഞാൻ ഉദാസീനനായി മൂളി. അവൻ്റെ പ്രസരിപ്പ് നുരകുത്തുന്നത് പോലെ കണ്ടപ്പോൾ ഒരു കുസൃതി തോന്നി. പിന്നെ ഏകലവ്യൻ വരുമോ? അർജുനൻ്റെ മുഖം കൂടുതൽ കറുത്തു. നിഷാദ രാജാവിൻ്റെ പുത്രൻ ഏകലവ്യൻ എന്ന വില്ലാളി ദ്രോണരുടെ ശിഷ്യനാണെന്ന് അവകാശപ്പെട്ടിരുന്നു. നായാട്ടിന് പോയപ്പോൾ അവൻ്റെ അസ്ത്രപാടവം കണ്ട് ദ്രോണരും അർജുനനും അമ്പരന്നു. ഒരിക്കൽ ശിഷ്യപ്പെടാൻ വന്ന അവനെ നിഷാദനായതുകൊണ്ട് ദ്രോണർ പരിശീലിപ്പിച്ചില്ല. കാട്ടിൽ സ്വയം പരിശീലനം നടത്തിയാണത്രേ അവൻ അർജുനനെ നാണിപ്പിക്കുന്ന കരബലവും കൈവേഗവും നേടിയത്. വന്നുകൊള്ളട്ടെ. അർജുനൻ നിസ്സാരഭാവം കാട്ടാൻ ശ്രമിച്ചു. പെരുവിളിൽ പോയാൽ പിന്നെ അമ്പെയ്യാൻ കഴിയുമോ ആവോ? ഞാൻ മന്ദബുദ്ധിയെപ്പോലെ പറഞ്ഞു. നിഷാദനുമായി കണ്ടുമുട്ടിയ കഥ ആനപ്പന്തിയിലെ പരിചാരകനും പറഞ്ഞു കഴിയുമ്പോഴാണ് മറ്റൊരു സംഭവം കേൾക്കുന്നത്. ഉറങ്ങിക്കിടുന്ന ഏകലവ്യനെ ആരോ ആക്രമിച്ചു. വലങ്കൈയിൻ്റെ പെരുവിരലുകൾ വെട്ടിയ ആക്രമികൾ ഇരുട്ടിൽ ഓടി മറഞ്ഞു. ചാരസംഘത്തിലെ ഒരു ഭടൻ പറഞ്ഞാണ് ആനപ്പന്തിയിൽ ഈ വിശേഷം അറിയുന്നത്. പിറ്റേന്ന് ഞങ്ങൾ ആയുധപ്പുരയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ വാതിൽക്കൽ ഒരു വൃദ്ധൻ വന്നു. വനചരനാണെന്ന് വേഷം കണ്ടാലറിയാം. അശ്വത്ഥാമാവും അർജുനനും തമ്മിൽ പരിശീലനം നടക്കുകയായിരുന്നു. കാഴ്ചയ്ക്ക് നിഷാദനെങ്കിലും ഗോത്രമുഖ്യനാണെന്ന് തോന്നുന്ന വൃദ്ധനെ കണ്ട് വിവരമന്വേഷിക്കാൻ കൃപാചാര്യൻ ചെന്നു. അവർ തമ്മിൽ പറഞ്ഞതെന്താണെന്ന് ഞങ്ങൾ കേട്ടില്ല. വൃദ്ധൻ കൊടുത്ത പൊതി വാങ്ങി തിരിച്ചു വന്ന കൃപാചാര്യൻ അത് ദ്രോണർക്ക് നീട്ടി. എരിക്കല കൊണ്ടുള്ള പൊതി. അദ്ദേഹം പൊതി വാങ്ങിയപ്പോൾ ചോദ്യഭാവത്തിൽ കൃപാചാര്യരെ നോക്കി. നിഷാദൻ ഏകലവ്യൻ അങ്ങയ്ക്ക് അയച്ചതാണെന്ന് പറഞ്ഞു. ഗുരുദക്ഷിണയായിട്ടെന്തോ. ദ്രോണാചാര്യരുടെ മുഖം വിളറിയിരുന്നു. ഏകലവ്യൻ്റെ പേര് കേട്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ടായി. അർജുനൻ തൊട്ടടുത്തേക്ക് തിരക്കി കയറി. അദ്ദേഹം നിസ്സാരഭാവത്തിൽ ഇലപ്പൊതി തുറന്നു. പിന്നെ ശ്വാസം പൊടുന്നനെ വലിച്ചിടക്കിയ ശബ്ദം മാത്രം പുറത്തു വന്നു. കാട്ടിലെ ശിഷ്യൻ മാനസഗുരുവിന് കൊടുത്തയച്ച ദക്ഷിണ കാണാൻ ഞങ്ങൾ തലനീട്ടി നോക്കിയപ്പോൾ ഇലപ്പൊതിയിൽ ചോര കട്ട പിടിച്ച ഒരു തള്ളവിരൽ. അതിൽ പിന്നെ ഏകലവ്യനെ ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല.
അർജുനൻ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇടംകൈയും നിഷാദിന് വശമാണെന്ന് കേൾക്കുന്നല്ലോ. തിരിഞ്ഞു നിന്ന അർജുനൻ പറഞ്ഞു, നിഷാദന്മാർക്ക് വേണ്ടിയല്ല ഹസ്തിനപുരത്തെ അഭ്യാസ കാഴ്ച. അർജുനൻ പോയപ്പോൾ ഞാൻ വെറുതെ ചിരിച്ചുപോയി. നിഷാദിനെ ആക്രമിച്ചത് അർജുനൻ്റെ അറിവോടെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു വില്ലാളി വിദഗ്ധനാണെന്ന് കേട്ടാൽ അർജുനൻ, എൻ്റെ ഈ പ്രിയപ്പെട്ട അനുജൻ, അസ്വസ്ഥനാവുന്ന എന്തിന്? ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമാവിനോടും അവന് അസൂയയുണ്ട്. തനിക്ക് കിട്ടാത്ത പാഠങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഗുരുപുത്രന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവണമെന്ന് കരുതുന്നു. ദ്രോണർക്ക് വേണ്ടി ഭീഷ്മാചാര്യൻ ഒരു സൗജന്യ സ്ഥലം മാറ്റി ഒരുക്കിക്കൊടുത്ത മന്ദിരത്തിൽ തന്നെയാണ് ഒഴിവ് സമയം മുഴുവൻ അർജുനൻ ഗുരുശുശ്രൂഷയ്ക്കാണെന്നാണ് ഞങ്ങളോട് പറയുന്നത്. ദ്രോണാചാര്യരെപ്പറ്റി എനിക്കെന്നും അത്ഭുതമായിരുന്നു. ഓരോ ശിഷ്യനും എത്രത്തോളം എത്തണമെന്ന് അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചാണ് വന്നതെന്ന് തോന്നും. അശ്വത്ഥാമാവ് അർജുനനേക്കാൾ മുമ്പിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ദുര്യോധനൻ്റെ കൂടെ വന്ന് പഠിക്കാൻ കർണനെ അനുവദിച്ചിരുന്നു. ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ഉടനെ സൂതപുത്രനാണെന്ന കാര്യം ഓർമ്മിപ്പിച്ച് അകന്നു നിൽക്കാൻ കൽപ്പിച്ചു. വിശോകൻ. ഇടത്തേന്നും വലത്തേന്നും കയറാനും ഇറങ്ങാനും വിശോകനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. യുദ്ധത്തിൽ സൂതൻ ഇടത്തിരിക്കുമ്പോൾ യോദ്ധാവ് വലത്തിരിക്കണം. വിവാഹയാത്രകളിൽ സൂതൻ വലത്തും യോദ്ധാവ് ഇടത്തും. വിവാഹം യുദ്ധമായി മാറുന്നത് എപ്പോഴും പതിവാണല്ലോ രാജകുമാരന്മാർക്ക്, അയാൾ ചിരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു. രഥപാഠങ്ങൾ തുടരാൻ ഭാവിക്കുമ്പോൾ ദ്രോണാചാര്യൻ എന്നെ തേരിൽ നിന്ന് മാറ്റി. അസ്ത്രവിദ്യയിൽ ഞാൻ ആരുമാവില്ല എന്ന് കരുതിയത് കൊണ്ടോ എന്തോ എന്നെ അർജുനൻ്റെയും അശ്വത്ഥാമാവിൻ്റെയും കൂട്ടത്തിലേക്ക് അയച്ചു. മന്ദൻ അവിടെ പിന്നാലെ നിന്ന് വിഷമിക്കട്ടെ. പക്ഷേ അർജുനനെ അത്ഭുതപ്പെടുത്താൻ തന്നെ ഉറച്ചുകൊണ്ട് ഞാൻ സ്വകാര്യമായി രാത്രിയിൽ പരിശീലനം നടത്തി. വിശോകൻ സഹായിയായി നിന്നു. എടുക്കുന്നതിലും തൊടുക്കുന്നതിലും പെരുത്ത ശരീരമുള്ള ഞാൻ വളരെ സാവധാനത്തിലാവുമെന്ന് ദ്രോണർ കരുതിയിരിക്കണം. മന്ദ, നിനക്ക് നല്ലത് ഗദയാണ് എന്ന് പറയലാവും അടുത്ത ഘട്ടം. അത്ഭുതം, അർജുനനേക്കാൾ ദ്രോണാചാര്യർക്കായിരുന്നു. അകലെ കൊടിമരത്ത് തൂക്കിയിട്ട് മരം കൊണ്ടുള്ള വ്യാഘ്രമുഖത്തിൽ തുടരെ തുടരെ 5 അമ്പുകൾ എയ്തു കൊള്ളിച്ചപ്പോൾ അദ്ദേഹം എന്നെ പതുക്കെ അഭിനന്ദിച്ചു. പിന്നെ ഉറക്കെ കൃപാചാര്യരുടെ ശിക്ഷണപാടവത്തെ പുകഴ്ത്തി. എന്നിട്ട് എന്നെ കാര്യമായി വിളിച്ചുപദേശിച്ചു. രഥവിദ്യയും അസ്ത്രശാസ്ത്രവും പോലെ തന്നെ പ്രധാനമാണ് ക്ഷത്രിയന് ഗദായുദ്ധം. മഹാവീരന്മാരുടെ ആയുധം. സാമാന്യ പാഠങ്ങൾ കഴിഞ്ഞാൽ ഭീമസേനൻ അതിൽ മനസ്സൂന്നിയാൽ മതി. ശിഷ്യരുടെ അഭ്യാസഫലങ്ങൾക്ക് അദ്ദേഹം നേരത്തെ അതിരുകൾ നിശ്ചയിച്ചിരുന്നു. ഇതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ദ്രോണാചാര്യരുടെ ഒരജ്ഞാതഭാവമാണ്. സൂക്ഷിച്ചു നോക്കുന്ന ആർക്കും അറിയാം, സൂതപുത്രൻ കർണന് അർജുനനേക്കാൾ വേഗമുണ്ട്. എന്നിട്ടും ദ്രോണർ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. പ്രഥമ ശിഷ്യൻ്റെ പ്രശസ്തിയാണ് തൻ്റെ വിജയമെങ്കിൽ വെല്ലുവിളി വരാൻ പോകുന്നത് നിഷാദിൽ നിന്നല്ല, സൂതപുത്രൻ നിന്നായിരിക്കും. അഭ്യാസക്കാഴ്ചയെപ്പറ്റി പറയാൻ പിന്നെ നകുലൻ വന്നു. ആ ദിവസത്തേക്ക് വേണ്ടി അണിയാൻ നീലപ്പട്ട് വസ്ത്രവും ഇളമഞ്ഞ ഉത്തരയുമാണ് കരുതി വച്ചിരിക്കുന്നത്. അരയിൽ വലിയ ഒറ്റ വൈഡൂര്യം പിടിപ്പിച്ച സുവർണ മേഖല. ഒരർദ്ധഹാരം മാത്രമേ താൻ കഴുത്തിൽ അണിയുന്നുള്ളൂ. അത്രയൊക്കെ മതി. രംഗം അഭ്യാസ പ്രദർശനത്തിനല്ലേ? അവൻ സംശയം ചോദിക്കുന്നു. ഞാൻ ശരിയാണെന്ന ഭാവത്തിൽ ചിരിച്ചു. അണിയാൻ പോകുന്ന വസ്ത്രങ്ങളെപ്പറ്റിയോ ആഭരണങ്ങളെപ്പറ്റിയോ ഞാൻ ആലോചിച്ചില്ല. എന്തൊക്കെയായാലും ആളുകൾ ശ്രദ്ധിക്കുന്നത് എൻ്റെ ഈ വലിയ ശരീരത്തെയായിരിക്കും. മുടിപ്പൂവും മുത്തുമാലയും എന്നെ സുന്ദരനാക്കുമെന്ന് എനിക്ക് വ്യാമോഹവുമില്ല. തെറ്റിത്തെറിച്ച കീഴ്ത്താടിൽ നിൽക്കുന്ന 4-5 ചെമ്പൻ രോമങ്ങൾ മാത്രം. ശരീരം കൂടുതൽ വളർന്നപ്പോൾ കഴുത്ത് ചെറുതായതുപോലെ തോന്നി. ഒരുങ്ങുന്നില്ലേ? വിശോകൻ ചോദിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു. അവസാനം മഹോത്സവത്തിൻ്റെ സമയം അടുത്തെത്തിക്കഴിഞ്ഞു. നാന്ദീമുഖത്തിൽ വീണ്ടും ബലിയും പുണ്യാഹവും കഴിഞ്ഞപ്പോൾ പെരുമ്പറകൾ മുഴങ്ങി. ബലി കഴിഞ്ഞ വേദി ദ്രോണാചാര്യരും അശ്വത്ഥാമാവും നിൽക്കുന്നത് അഭ്യാസികളായി ഞങ്ങൾക്ക് വേണ്ടി ഒഴിച്ചിട്ട മണ്ഡപത്തിൽ നിന്നും കാണാം. ഞങ്ങൾ 5 പേരുടെ കൂട്ടത്തിൽ ആരുമില്ല. വിരുന്നുകാരായി താമസിച്ചു പഠിക്കുന്ന കുമാരന്മാരൊക്കെ കൗരവരുടെ കൂട്ടത്തിലുള്ളവരാണ്. അവർക്കായി വച്ച സ്ഥലം ഞങ്ങളുടെ വലതുവശത്താണ്. അതിനപ്പുറം സ്ത്രീകൾ. അക്കൂട്ടത്തിൽ അമ്മയുണ്ട്. വലിയച്ഛനും നടക്കുന്നതൊക്കെ അപ്പപ്പോൾ പറഞ്ഞു കൊടുക്കാനുള്ള 2 അമ്മാത്തന്മാർക്കും വേണ്ടി ഏറ്റവും ഉയരത്തിൽ സ്ത്രീകളിരിക്കുന്ന പടവുകൾക്ക് മുകളിൽ കെട്ടിയുറപ്പിച്ച കാഴ്ചപ്പുര ഒഴിച്ചിട്ടിരിക്കുന്നു. ബലിമണ്ഡപത്തിൻ്റെ പിന്നിൽ നിന്ന് ദുര്യോധനനും സംഘവും രംഗഭൂമിയിലേക്ക് കടന്നപ്പോൾ നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ചാവണം കാഹളങ്ങൾ ശബ്ദിച്ചു. തിളങ്ങുന്ന പട്ടുവസ്ത്രങ്ങൾ, ജ്വലിക്കുന്ന ആഭരണങ്ങൾ. സ്വയം വരമണ്ഡപത്തിലേക്ക് എന്ന പോലെയാണ് അവർ ഒരുങ്ങിയിരിക്കുന്നത്. നകുലനും സഹദേവനും അവരുടെ ഉടയാടകൾ വിലയിരുത്തുകയായിരുന്നു. സ്ത്രീകളുടെ സംഘത്തിനിടയ്ക്ക് തിരിഞ്ഞു നടന്ന എൻ്റെ കണ്ണുകൾ അവസാനം അമ്മയെ കണ്ടെത്തി. അമ്മ ഒന്നാം നിരയിൽ തന്നെ. ഒരു വശത്ത് വിതുരപത്നിയായ പാർശ്വവതി, മറുവശത്ത് യുയുത്സുവിൻ്റെ അമ്മ. ശൂദ്രസ്ത്രീയായ അവർ വലിയമ്മയുടെ ഗർഭശുശ്രൂഷയ്ക്ക് നിന്ന ദാസിമാരിൽ ഒരാളായിരുന്നു. വലിയച്ഛന് അവരിലൊരു മകനുണ്ടായപ്പോൾ അവർക്ക് വേറെ ഒരു വീടും മകന് രാജാവിനെ അച്ഛ എന്ന് വിളിക്കാൻ അധികാരവും കൊടുത്തു അത്രേ. കൗരവപക്ഷത്തിൽ ഏറ്റവും പിന്നിൽ സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചു നടക്കുന്നത് യുയുത്സുവായിരുന്നു.